നമസ്കാരം. ഞാൻ കലാശാല മുരളി. ഞാൻ ഇന്ന് ശനിദോഷത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ശനിയുടെ ദോഷം അനുഭവിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ശനിയുടെ ദോഷത്തിന് പല ജ്യോത്സ്യന്മാരുടെ അടുക്കെ ചെല്ലുമ്പോൾ ഒരു പരിഹാരം പറയാറുണ്ട്. ശാസ്താക്ഷേത്രത്തിൽ നീലാഞ്ജന വഴിപാട് നടത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വഴിപാട് പറയുന്നത്. അതൊക്കെ നല്ല കാര്യമാണ്. എന്തിനാണ് ശാസ്താക്ഷേത്രത്തിൽ നീലാഞ്ജന വഴിപാട് നടത്തുന്നത്, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്നൊക്കെയും നമുക്ക് പല സംശയങ്ങളും ഉണ്ടാകാറുണ്ട്. ശനീശ്വരനാണ്, ശനിയുടെ അധിപനാണ് ശാസ്താവ് എന്ന് പറയുന്ന ദേവൻ. അതോടൊപ്പം തന്നെ ശാസ്താവിന് വഴിപാട് നടത്തുന്നത് പോലെ തന്നെ ഇപ്പൊ ശാസ്താക്ഷേത്രം നമ്മുടെ അടുത്തില്ല എന്ന വരിയിൽ ഹനുമാനസ്വാമിക്ക് വഴിപാട് നടത്തി ശനിയുടെ ദോഷത്തിന് പരിഹാരം നമുക്ക് കാണാം. പക്ഷെ വഴിപാടിന് വ്യത്യാസമുണ്ട്. ശാസ്താക്ഷേത്രത്തില് നമ്മൾ നീലാഞ്ജന വഴിപാട് നടത്തുന്നു, വളരെ നല്ലതാണ്, വളരെ ശ്രേഷ്ഠമാണ്. അതിന് നമുക്ക് സാധിക്കാതെ വന്നാൽ ഹനുമൽ സ്വാമി ക്ഷേത്രത്തില് വെറ്റിലമാലയും തൃക്കൈവെണ്ണയും സമർപ്പിച്ചാലും ശനിയുടെ ദോഷത്തിന് പരിഹാരം ഉണ്ടാകും. അപ്പോ ഈ ശനിയുടെ ദോഷം നമുക്ക് വരുമ്പോ ആകെ ഒരു മന്ദതയായിരിക്കും അനുഭവപ്പെടുക. ശനിയെ മന്ദൻ എന്നാണ് വിളിക്കുന്നത്. ശനിയുടെ മറ്റൊരു പേരാണ് മന്ദൻ. മന്ദഗതിയാക്കി കളയും. പ്രവൃത്തി മേഖലയിലും അതുപോലെയുള്ള എല്ലാ നമ്മൾ ഇടപെടുന്ന മേഖലകളിലും നമുക്കൊരു മന്ദതയും മടിയും, ജോലിക്ക് പോകാൻ പോലും മടിയുണ്ടാകും, തടസ്സങ്ങളുണ്ടാകും, കാര്യ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ജീവിതം മടുത്ത് മുന്നോട്ട് ജീവിക്കുന്ന പല ശനിദോഷക്കാരുമുണ്ട്. ശനിദോഷം എന്ന് പറയുമ്പോൾ ചാരവശാൽ ശനിയുടെ ദോഷമുണ്ട്, അത് അധിക നാളില്ല. ചാരവശാലാകുമ്പോൾ അത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ കണ്ടകശനിയും ഏഴര ശനിയും ഉണ്ട്. ഏഴര ശനി എന്ന് പറയുന്നത് 7 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ശനിദോഷമാണ്. കണ്ടകശനി എന്ന് പറയുമ്പോൾ 2.5 വർഷക്കാലമേ ഉള്ളൂ. അപ്പൊ ഇതിനൊക്കെയും പരിഹാരം എന്താണ്? ക്ഷേത്ര ദർശനവും ക്ഷേത്രത്തിലെ വഴിപാടുകളും ഒക്കെയും വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ തന്നെ നേരിട്ട് പ്രാർത്ഥനാ കർമ്മങ്ങൾ നടത്തി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് വേറെയാണ്. ക്ഷേത്രത്തിൽ പോകുന്നതിനേക്കാളുള്ള എഫക്റ്റ് നമുക്കുണ്ടാകും. അപ്പോ ശനിയാഴ്ച ദിവസം കുളിച്ച് ശുദ്ധിയായി ശരീരശുദ്ധിയോടുകൂടി പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഒരു എള്ളുതിരി കത്തിക്കണം. എള്ളിന്റെ ഒരു ചെറിയ കിഴി ഉണ്ടാക്കി അത് വെച്ചിട്ട് എള്ളെണ്ണ ഒഴിച്ചിട്ട് എള്ളുതിരി കത്തിച്ചിട്ട് ശനി സ്തോത്രം ഒരു 3 പ്രാവശ്യമെങ്കിലും ചൊല്ലണം. നീലാഞ്ജന സമാനാഭം രയൂത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം. ഇതാണ്. ഇത് 3 പ്രാവശ്യം ചൊല്ലണം. 3 പ്രാവശ്യം ചൊല്ലി ദേവനോട് പ്രാർത്ഥിക്കണം, നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റണേ. പക്ഷെ ഇതിന്റെ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നീലാഞ്ജന കല്ലിന്റെ ശോഭയും യമന്റെ സഹോദരനും ഛായാദേവിയുടെയും സൂര്യഭഗവാന്റെയും പുത്രനുമായ ശനിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ ആ സ്തോത്രം ചൊല്ലി ശനി ഭഗവാനോട് ശനിദോഷമൊക്കെ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കണം. ഏഴര ശനിയും കണ്ടകശനിയും ഉള്ളവര് ശനിയാഴ്ച ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തുന്നത് നല്ലതാണ്. ശനീശ്വരനോട് പ്രാർത്ഥിക്കണം. ഉപവാസ പ്രാർത്ഥന, ഉപവാസം എന്നൊക്കെ പറയുമ്പോൾ പട്ടിണി ഇരിക്കുക എന്നുള്ളതല്ല, ആഹാരം കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല. ആഹാരം കഴിക്കാതിരിക്കുന്നത് നിരാഹാരമാണ്. ഉപവാസം എന്ന് പറയുന്നത് ഉപവസിക്കുക, ദേവന്റെ കൂടെ വസിക്കുക എന്നുള്ളതാണ്. അപ്പൊ കൂടുതൽ സമയവും ശനിയാഴ്ച ദിവസം ഈശ്വര പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുകയും മത്സ്യമാംസാദികൾ ഉപയോഗിക്കാതെ മിതമായ ഭക്ഷണത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനയുമായിട്ടൊക്കെ മുന്നോട്ട് നീങ്ങണം. ഒരു നേരത്തെ ആഹാരമൊക്കെ ആക്കാം ഉച്ചയ്ക്ക്. അങ്ങനെ ഈ ഏഴര ശനി അല്ലെ കണ്ടകശനിയുടെ കാലഘട്ടം കഴിയുന്നത് വരെ ഇതൊക്കെ ചെയ്യണം.
പിന്നെ ആ ഉപവാസ പ്രാർത്ഥന നടത്തുന്ന ദിവസം ഉഴുന്നു ചേർന്ന ആഹാരമൊന്നും കഴിക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്താൽ ശനിദോഷത്തിൽ നിന്നും ഒരു പരിധി വരെയൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഏതായാലും ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ സ്തോത്രത്തിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നല്ല ജീവിതം ഐശ്വര്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നന്ദി, നമസ്കാരം.